നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരത്തെ, സമയമുണ്ടെങ്കിൽ ഒന്ന് കാണണം, കുറച്ച് സംസാരിക്കാനുണ്ട്. സമയമില്ലെങ്കിലേ അതുണ്ടാക്കും. ഞാൻ വരാം. ആശുപത്രിയിലേക്ക് വരണ്ട, പുറത്തു വെച്ച് കണ്ടാ മതി. സ്ഥലം ഞാൻ പറയാം. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ആ ഓക്കെ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം, ഒരാളെ കാണണം. ആരെയാ ശരത്തേട്ടാ? ഒരു അർജന്റ് മീറ്റിംഗാ, വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ശരി. എന്നാലും എന്റെ മനോഹര, ഒരു വെളിപ്പാട് അകലെ നിന്ന് നമ്മളോട് ബഹുമാനത്തോടെ സംസാരിച്ചിരുന്നവരാ ആ ജോർജും ചന്ദ്രനും സരോജിനിയും ഒക്കെ. എന്നിട്ടിപ്പോ അവര് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോ തല പെരുക്കുന്നു. തലതെറിച്ച മക്കളുണ്ടായ നാട്ടുകാര് തന്തമാരുടെ നെഞ്ഞത്ത് വഞ്ചി ഇറക്കും, എന്നിട്ട് തുഴഞ്ഞു രസിക്കും. ആ അതിനും പഴി പാവം നിത്യമോൾക്ക്. എന്നോട് ക്ഷമിക്കച്ചാ, ഞാൻ കാരണം. ഓള് കാരണമൊന്നുമല്ലത്. ആ വിവരം കെട്ട സ്ത്രീയും മകളും ഇവിടെ വന്ന് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞതിന് മോളം തവിഴിച്ചു. ഒരു കണക്കിന് ആ സിദ്ധാർത്ഥൻ ഈ പെണ്ണെ കെട്ടായിരിക്കുന്നത് തന്നെയാ നല്ലത്. എന്റെ മകന്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കപ്പെടാനുള്ള യോഗ്യത ആ പെണ്ണിനില്ല. നല്ല ബെസ്റ്റ് തന്ത. മരുമകളുടെ കൂടെ കൂടി നീയും കല്യാണം മുടക്കി അയക്കോ? കല്യാണം മുടങ്ങണമെന്നൊന്നും അല്ലമ്മേ. ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, സിദ്ധാർത്ഥിനെ പോലൊരു പാവത്തിന് അവൾ സ്വൈര്യം കൊടുക്കത്തില്ലെന്ന്. അതിന് നിനക്കെന്താ ചെയ്തം? ആരെങ്കിലും ജീവിക്കോ, കെട്ടിത്തൂങ്ങി ചാവോ, എന്തെങ്കിലും ചെയ്യട്ടെന്നേ. ആരുടെ ഉള്ളിലാണെങ്കിലും സുധിയേട്ടന്റെ ഹൃദയം വേദനിക്കുന്നത് നമുക്ക് സങ്കടമല്ലേ മുത്തശ്ശി? ദേ പെണ്ണെ, വെറുതെ പോഴത്തരം പറയല്ലേ. വഴിയെ പോയ വയ്യാവേലി നാണക്കേട് വലിച്ചോണ്ട് വന്നിട്ടും. വഴിയെ പോയ വയ്യാവേലി നാണക്കേട് വലിച്ചോണ്ട് വന്നതേ മരുമകളല്ല, മഹള. അതുകൊണ്ടാണല്ലോ മനുഷ്യനെ നാണക്കേട് നക്കി തോർത്തുന്നത്. ഓഹോ, അത് ശരി. അഖണ്ഡ നാമജപം പോലെ എന്നെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും അല്ലേ? കുറ്റം കേൾക്കാതിരിക്കണമെങ്കിലേ നീ ആദ്യം നേരെയാവണം. ഓ, ഈ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പാർവതി. കതിരിന് വളം വെച്ചിട്ട് കാര്യമില്ല, മണ്ടയ്ക്ക് മരുന്നടിക്കണം. അതാ ഇനി നടക്കാൻ പോകുന്നത്. എന്നാ പിന്നെ അച്ഛൻ എന്നെ അങ്ങ് കൊല്ല്, എന്നിട്ട് എന്റെ ശവം മരുമകൾക്ക് തിന്നാൻ ഇട്ടു കൊടുക്ക. ശരത്തുമോനെ എവിടേക്കാ? ഓ, വില്ലയുടെ പണി അവസാന ഘട്ടത്തിലല്ലേ. പണിക്കാര് സിമന്റ് വഹിക്കുന്നുണ്ടോ മണൽ ഇസ്കുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. ഒരാളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് മുത്തശ്ശി. ഇന്നിനി ഇവിടെ ആരാണോ ബഹളത്തിന് വരുന്നത്, പോലീസാണോ പട്ടാളോ ആണോന്ന് ആർക്കറിയാം. ഈശ്വരോ രക്ഷത്. ഈ വീടിന്റെ മുന്നിലെ ഒരു ചെക്ക് പോസ്റ്റ് വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഞാനൊരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഈ വീടിന്റെ മുമ്പിൽ സ്ഥാപിച്ചാലോ എന്ന് ആലോചിക്കുക. ശരത്തേട്ടാ, ശരത്തേട്ടൻ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ, ശരത്തേട്ടൻ പോയിട്ട് വാ. പുൽച്ചാടിയുടെ പുറത്ത് കയറി പോവാൻ പോവാ. ഇന്ന് ആരെ പറ്റിക്കാൻ പോവാണാവോ? ആ, ആരെയായാലും ദൈവം അവരെ രക്ഷിക്കട്ടെ. അച്ഛൻ ചുമ്മാ. എടി, ഇവന്റെ ചൊറിയനാക്ക് നിന്നു കൊടുക്കാതെ നീ അകത്ത് പോ. എന്നൊരു പോഴൻ തന്തോ.
എന്തായിരുന്നു സുധിയുടെ വീട്ടിലെ അംഗം? അതെങ്ങനെ മേഡം അറിഞ്ഞു? ഹ, അതൊക്കെ ഞാൻ അറിയും. ആഹാ. ഹോസ്പിറ്റലിലേക്ക് ഒരു എൻക്വയറി വന്നിരുന്നെന്ന് ഫ്രണ്ട് ഓഫീസിലെ സജിനി പറഞ്ഞു. ദേവിക മേഡത്തിന്റെ വീട് തേടി. വിളിച്ചവര് നല്ല കലിപ്പിലായിരുന്നു എന്നും പറഞ്ഞു. വന്നത് ദേവിക ഹൃദയം തേടി ചെന്ന് കല്യാണം നിശ്ചയം മുടക്കിയില്ലേ, ആ കഥയിലെ നായിക. ഓ, ദേവികയുടെ പുതിയ ശത്രു. അതെ, യുദ്ധത്തിൽ നമ്മുടെ സഖ്യകക്ഷി. എന്താ അവളുടെ പേര്? മയൂരി. ഓ, ഒരു ഝാൻസി റാണിയ. വ്യാളിയെ പോലെ തീ തുപ്പുന്ന ഒരു അമ്മയും. വളരെ നല്ലത്. അവളുടെ ആ ദേവികയുടെ മനസ്സ് പൊള്ളിക്കാൻ ആര് വന്നാലും എനിക്കവര് വേണ്ടപ്പെട്ടവരാ. ഹൃദയത്തിന്റെ ഉടമയെ അവള് പ്രേമിച്ച് കെട്ടുവോ ശരത്തെ? അങ്ങനെ വന്നാ നിനക്കല്ലേ നഷ്ടം? നീ എങ്ങനെ സഹിക്കൂ അത്? ആ ഹൃദയത്തിന്റെ ഓട്ടം ഞാൻ അങ്ങ് നിർത്തിയ പോരെ. വേണ്ടി വന്നാ ഞാനത് ചെയ്യും. ആശിച്ചെന്നുള്ളത് ശരത്തിന്റെ വാശിയാ. ഇതെങ്ങോട്ട് എന്നെ കൊണ്ടുപോന്നേ? മുത്തശ്ശി, എങ്ങനെയെങ്കിലും അവർക്കൊരു പണി കൊടുക്കണം. ആർക്ക്? ആ ദേവികയ്ക്ക്, അല്ലാതാർക്കാം. ആ, ഞാനും അതാ ആലോചിച്ചോണ്ടിരുന്നേ. വെറുതെ ആലോചിച്ചിരുന്നാ പോരാ, എന്തെങ്കിലും ചെയ്യണം. അതും എത്രയും പെട്ടെന്ന്. ആ ഉണ്ടക്കണ്ണി കാരണം എത്ര പേരുടെ മനസ്സമാധാനമാണ് നഷ്ടമായത്. നാണക്കേട് കാരണം പുറത്തേക്ക് പോലും ഇറങ്ങാൻ വയ്യ. അവർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതിന്റെ വാലും പിടിച്ച് അച്ഛൻ എന്റെ നേരെ തിരിയും. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവാത്ത. മരുമകളെ സന്തോഷിപ്പിക്കലാണല്ലോ ഇപ്പൊ മനോഹരന്റെയും പാർവതിയുടെയും പ്രധാന ജോലി. അവളാണെങ്കിൽ പൂങ്കണ്ണീര് കാണിച്ച് രണ്ടിനെയും പാട്ടിലാക്കി വെച്ചേക്കുക. ശരത്തേട്ടനും ആകെ വിഷമത്തില്ല. ഒരു ശത്രുവിനെ പോലെയല്ലേ ഇവിടെ ഉള്ളവര് ശരത്തേട്ടനെ കാണുന്നേ. നീ പറഞ്ഞത് നേരാ. ശരത്തുമോന്റെ നല്ല മനസ്സും പിന്നെ നിന്നോടുള്ള സ്നേഹവും കാരണമാ അവനെ ഈ വീട് വിട്ട് പുറത്തേക്ക് പോകാത്തത്. എന്നാലും നീ സൂക്ഷിക്കണം. ആമ്പിള്ളേരുടെ മനസ്സാ എപ്പോഴാ ഇടം തിരിയുന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ കൊല്ലും ഞാൻ അവരെ. അവളെ കൊന്നിട്ട് എന്തിനാ നീ ജയിലിൽ പോയി കിടക്കാനോ? അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. നേരത്തെ അഞ്ചുരുളിയിലെ മാരിയമ്മൻ കോവിലിൽ കൊണ്ടുപോയതുപോലെ ആവരുത്. ഇല്ല വേണേ. നീ നോക്കിക്കോ. സുധിമോന്റെ ആത്മാവിനെ കൂട്ടുപിടിച്ച് തന്നെ അവളെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും. ഈ വിലാസിനിയോട് അവളുടെ കളി. അവൾക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലേ മോളെ? പക്ഷെ കുറച്ചുകൂടി പറയണമായിരുന്നു അമ്മേ. ഇനിയും പറയേണ്ടി വരും, ഉറപ്പാ. ഇതോടെ തീർന്നു എന്ന് കരുതണ്ട. അപ്പോ അവള് ആ ദേവിക വീണ്ടും വഴിവിലങ്ങിയായി അവൾ വരും, ഉറപ്പ്. അത് കാലത്തിന്റെ ഒരു സൈക്കിളാ. അന്ന് എന്റെ മകനെ അപമാനിച്ചിറക്കി വിട്ടവൾ ഇന്ന് വിധവയായി ഭർത്തൃ വീട്ടിൽ ആശ്രിതയായി എന്റെ മുന്നിൽ വന്ന് നിന്നില്ലേ? നിർത്തിയില്ലേ? ഞാൻ മാസാമാസം വെള്ളാട്ട് നടത്തുന്ന എന്റെ വിഷ്ണുമായയും ചാത്തമാരും. അവളുടെ ആ മനോഹരമായ മുഖത്തിന് പിന്നിൽ തിരിച്ചടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സുണ്ട്. ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്മാറില്ല ദേവിക. അവളുടെ ആ വലിയ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ദൃഢനിശ്ചയത്തിന്റെ തിളക്കം കാണാം. അമ്മേ, ഒരു ചെറിയ വണ്ടി ആക്സിഡന്റ് മതി, അവൾ 6 മാസം ഒരേ കിടപ്പ് കിടന്നോളും. അതിനെ പറ്റിയ ആൾക്കാരെ എന്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട്. ഒരൊറ്റ ഫോൺ കോളിന്റെ ചെലവേ ഉള്ളൂ എനിക്ക്. അത് പാടില്ല മോളെ. ഇപ്പോൾ ദേവികയ്ക്ക് എന്ത് സംഭവിച്ചാലും ആദ്യം ഓടിയെത്തുന്നത് സിദ്ധാർത്ഥനായിരിക്കും. നമ്മളാണ് അതിന് പിന്നിലെന്നറിഞ്ഞാൽ നമുക്ക് നേരെ ആദ്യം ചൂണ്ടുന്ന വിരല് സിദ്ധാർത്ഥന്റെ ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ദേവികയ്ക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരിടം, സിദ്ധാർത്ഥനെ തേടിച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരിടം ഒതുക്കിയാൽ, വെട്ടിമൂടിയാൽ അവിടെ വേണം അവളെ നമ്മൾ ഒതുക്കാൻ. സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് കത്തെഴുതി വെച്ചിട്ട് പോയ പല പെൺപിള്ളേരും 10-15 കൊല്ലം
സെപ്റ്റി ടാങ്കിൽ കിടന്നുറങ്ങിയ കഥയൊക്കെ പത്രത്തിൽ വായിക്കുന്നില്ലേ? അതുപോലെ ദേവികയ്ക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തൊരു യാത്ര. മോക്ക് സിദ്ധാർത്ഥനല്ലെങ്കിൽ വേറെ 1000 ആമ്പിള്ളേരെ കിട്ടും. പക്ഷേ സിദ്ധാർത്ഥനെ പോലൊരു ശതകോടീശ്വരനെ കിട്ടില്ല. ഇന്നോ നാളെയോ ഒന്ന് പറഞ്ഞിരിക്കുന്നവനാ സിദ്ധാർത്ഥൻ. അവന്റെ ജീവനെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നുള്ളൂ. അവന്റെ ബാങ്ക് ബാലൻസും സ്വത്തും എല്ലാം നിനക്കുള്ളതാ. അത് മതി നിനക്ക് ശിഷ്ടകാലം കൊള്ളാന്നൊരുത്തന്റെ കൂടെ മഹാറാണിയായി കഴിയാൻ. പിന്നെ കണക്ക് കൂട്ടിയതുപോലെ സിദ്ധാർത്ഥൻ മരിച്ചില്ലെങ്കിൽ കൊല്ലും.